അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനെതിരെ വീണ്ടും ആക്ഷേപമൊക്കെ ഉന്നയിച്ചുകൊണ്ട് രണ്ട് മുന്നണികളും അതായത് കോൺഗ്രസും ബിജെപിയും ഒക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം കെ മുരളീധരന്റെ ഇക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം കൂടിയുണ്ട്. അത് തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയാവണമായിരുന്നു, അതാണ് തങ്ങളുടെ ആഗ്രഹമെന്നും എങ്കിൽ വിജയം കുറെ കൂടി എളുപ്പമായേനെയെന്നുമാണ് കെ മുരളീധരൻ പ്രതികരിച്ചത്. കോർപ്പറേഷനിൽ ബിജെപി CPM ധാരണയെന്നും മുരളീധരൻ ആരോപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം UDF-നെ ബാധിക്കില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന കോർപ്പറേഷനുകളിലൊന്നാണ് തിരുവനന്തപുരം. അവിടെ UDF-നെ സംബന്ധിച്ച് ഇത്തവണ ഒരു പ്രസ്റ്റീജ് മത്സരമാണ് ഇവിടെ തിരുവനന്തപുരത്ത് നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ UDF-ന്റെ മുന്നണി പോരാളിയായി കെ മുരളീധരൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കൊട്ടിക്കലാശാണ്. അന്നും കെ ഉണ്ട് ഇവിടെ. അദ്ദേഹം കരമന മേഖലയിലാണ് ഇന്നുള്ളത്. ഇന്ന് കൊട്ടിക്കലാശാണ്. എങ്ങനെയാ തിരുവനന്തപുരത്തിന്റെ നല്ല പ്രതീക്ഷയാണ്. പക്ഷെ ഇത്തവണ ഒരു പ്രതിഭാസം കാണുന്നത് മാർക്സിസ്റ്റ് പാർട്ടി BJP ആയിട്ട് അഡ്ജസ്റ്റ്മെന്റാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിള് ഈ കരമന വാട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഈ സീറ്റില് ഇത്തവണ കേരള കോൺഗ്രസ് ഈ നാട്ടുകാരും ആ ചിഹ്നം കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ അർത്ഥം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റാ. അപ്പോൾ അതിനെ സംയുക്തമായിട്ട് എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തം നമ്മൾ കേരളം മൊത്തത്തിലെടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരും? ചർച്ചാ വിഷയം കേരളത്തിലെ അഴിമതി ഭരണം, സ്വജനപക്ഷപാതം, സ്വർണ്ണക്കൊള്ള, അഴിമതി, ഇതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ശബരിമല വിഷയം വലിയ തോതിലൊരു പ്രചാരണം വിഷയമായി എടുത്തിരുന്നു. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയെന്ന് കരുതുന്നു. നന്നായിട്ട് എത്തിയിട്ടുണ്ട്. അത് ഹിന്ദുക്കളുടെ മാത്രമല്ല ഇതര സമുദായങ്ങളും. കാരണം ദേവന്റെ സ്വത്ത് എന്ന് പറയുന്ന എല്ലാം ഒരുപോലെയാണ്. അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും അതിനെ കൈയിട്ട് വരുന്ന ആരാണെങ്കിലും അവര് ജനങ്ങൾക്കെതിരാണ്, ഭക്തർക്കും എതിരാണ്. ഈ മാങ്കൂട്ടം വിഷയമൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും? മാങ്കൂട്ടം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ, പുറത്തായില്ല. പുകഞ്ഞ കൊള്ളി പുറത്തായില്ലേ, പിന്നെ എന്താ സംശയം? എന്താ അപ്പുറത്ത് മുകേഷ് ഇരിക്കുക, സ്വർണം കണ്ട 2 കള്ളന്മാര് ജയിലിൽ കിടക്കുക, അവരെ പുറത്താക്കിയില്ല പാർട്ടിയിൽ നിന്ന്. ഞങ്ങള് തെറ്റ് കണ്ടവർ ചെവിക്ക് പിടിച്ച് പുറത്താക്കി. ആ ഒരു ആത്മധൈര്യത്തോടു കൂടിയാണ്. പിന്നെ തീർച്ചയായിട്ടും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലെ ബലാത്സംഗത്തിന് നിർവചനം ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അത് ആര് ചെയ്താലും തെറ്റ് തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായാലും ഞങ്ങൾ പുറത്താക്കി. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ആരോപണം വരുന്നത് ഈ നിലവിലെ മേയർ, സാധാരണ രീതിയിൽ എല്ലാ സ്ഥലത്തും അതാത് സ്ഥലത്തെ മേയർമാർ സജീവമായി രംഗത്തുണ്ടായിരുന്നു. തിരുവനന്തപുരം മേയറെ പ്രചരണത്തിലില്ല എന്നൊരു ആരോപണം. അതായത് മേയർ സ്ഥാനാർത്ഥിയാക്കിയാൽ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച അവർ സ്ഥാനാർത്ഥിയാവണമെന്നാണ്. കാരണം സ്ഥാനാർത്ഥിയായി ഞങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അവരില്ലാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ പണിയെടുക്കണം. മാറ്റി നിർത്തിയതാണോ എന്ന് കരുതുന്നു? അത് അവരുടെ പാർട്ടിയുടെ കാര്യം. പക്ഷെ അവര് നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. ഓക്കെ, എന്തായാലും വലിയ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും. കെ മുരളീധരനാണ് നമ്മളോട് പ്രതികരിച്ചത്. വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ വലിയ തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും UDF ആദ്യഘട്ടം മുതൽ തന്നെ എടുത്തിരുന്നു. ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പ്രചരണം തുടങ്ങി. വലിയ തോതിലുള്ള വിമത ശല്യങ്ങളൊന്നുമില്ലാതെ വലിയ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും വിമതരായി രംഗത്തിറങ്ങിയില്ല എന്നതും UDF-ന് ഗുണം ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലുണ്ടായിരുന്ന കോർപ്പറേഷന്റെ ഭരണത്തിലെ അഴിമതി അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കളെല്ലാവരും ഉള്ളത്. സുനിൽ ഐസക്ക വീണ്ടും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, പ്രചാരണ വിഷയങ്ങൾ അത് മാറി മാറി വരുന്നത് കണ്ടതാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലേക്കൊക്കെ അത് മാറിപ്പോകുന്നത് കണ്ടതാണ്. പക്ഷേ ഈ അവസാന ദിവസം എല്ലാവരും പ്രചാരണത്തിൽ ഊന്നി പറയുന്നത് ആര്യ രാജേന്ദ്രന്റെ അസാന്നിധ്യം കൂടിയാണ്. എത്ര കണ്ട് പ്രകടമായിരുന്നു ആര്യ രാജേന്ദ്രന്റെ അസാന്നിധ്യം മണ്ഡലങ്ങളിൽ? ജിൽസി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി BJP-യും UDF-ഉം ഉയർത്തുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇത്തരമൊരു ആരോപണം എന്ന നിലയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. കാരണം ആര്യയെ മനഃപൂർവ്വം CPM അവരുടെ പ്രചരണ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. കോർപ്പറേഷന്റെ ഒരു പരിപാടികളിലും ആര്യ സജീവമായി ഉണ്ടായിരുന്നില്ല. നമുക്ക് അറിയാം, കഴിഞ്ഞ ഒരു മാസത്തോളമായി വലിയ തോതിലുള്ള കാടിളക്കിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ എല്ലായിടങ്ങളിലും നടക്കുന്നു. 101 വാർഡുകളിലും പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവരൊക്കെ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. കടകംപള്ളിയും ശിവൻകുട്ടിയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിലുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും നിലവിൽ തിരുവനന്തപുരത്തിന്റെ മേയറായിട്ടുള്ള ആര്യ എവിടെ എന്നൊരു ചോദ്യം ഉയരുക സ്വാഭാവികമാണ്.
ഇടയ്ക്ക് പലപ്പോഴും അവരെ ബന്ധപ്പെടുമ്പോഴൊക്കെയും ഈ പറഞ്ഞതുപോലെ അവർ സജീവമായി അവരെ പ്രചരണ രംഗത്തുണ്ടായിരുന്നില്ല. എന്തായാലും അതാണിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവരതിന് BJPയും UDFും ഉന്നയിക്കുന്ന കാരണം വലിയ തോതിലുള്ള അഴിമതി ആരോപണം അവർക്കെതിരെ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ മാലിന്യ സംസ്കരണ പദ്ധതി അടക്കമുള്ളവയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിൽ നിന്ന് വഴി മാറ്റിവിടാൻ, അത് സജീവമായി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് ആര്യയെ മാറ്റി നിർത്തുന്നതിലൂടെ ഉണ്ടാവുന്നത്. കെ മുരളീധരനൊക്കെ പറഞ്ഞത് അദ്ദേഹം പരിഹാസം കലർത്തിയാണ് പറയുന്നത്. ആര്യ മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിൽ UDFന് വിജയം കുറെ കൂടി ഈസി ആയേനെയും ഇത്ര പോലും പണിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്നാണ്. BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള R ശ്രീലേഖ, മുൻ DGP, അവരും ഇതേ സമാനമായ ആരോപണം പറയുന്നുണ്ട്. അതായത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറക്കിയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് ഭയന്നിട്ടാണ് വലിയ അഴിമതിയുടെ കഥകൾ പുറത്തു വരുമെന്നതുകൊണ്ടാണ് ആര്യയെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നത് എന്ന തരത്തിലേക്ക് വരുന്നു. നോക്കൂ, കൊച്ചിയിലുമൊക്കെ നിലവിലെ മേയർമാർ സജീവമായി പ്രചാരണ പ്രവർത്തനങ്ങളിലുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവരുടെ നേതൃത്വത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തിരുവനന്തപുരത്ത് മാത്രം എന്തുകൊണ്ട് ആര്യയെ കാണുന്നില്ല എന്നൊരു ചോദ്യമാണ് ഈ അവസാന നിമിഷം, ഈ കൊട്ടിക്കലാശത്തിന്റെ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ CPMനെതിരെ LDFനെതിരെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ഇപ്പോൾ UDFും BJPയും ഉന്നയിക്കുന്നത്.